എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പൊട്ടറ്റോ മസാലയാണ് തയ്യാറാക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസ് പൊട്ടറ്റോസ് തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് ബോയിൽ ചെയ്തെടുക്കാൻ പോകുന്നതാണ്. ഇതിലേക്ക് ഒരു 2 നല്ല എരിവുള്ള പച്ചമുളക്, 2 ഉണക്കമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ പൊട്ടറ്റോ മസാലയ്ക്ക്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിലാണ് നമ്മളിതെല്ലാം കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ വേറെ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുക്കറൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ചധികം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് ഞാൻ ചേർക്കുന്നുണ്ട്. ഉഴുന്ന് ചേർക്കുമ്പോഴും നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാവരും ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കുമ്പോഴാണ് ആ ഒരു യെല്ലോയിഷ് കളർ നമ്മുടെ പൊട്ടറ്റോ മസാലയ്ക്ക് കിട്ടണത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് വെളിച്ചെണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.25 കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഉരുളക്കിഴങ്ങിന് ഈ 1.25 കപ്പ് പച്ചവെള്ളം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പേ ചേർക്കുന്നുള്ളൂ. എന്നതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്തിട്ട് നോക്കാം. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് കുക്കറിൻ്റെ മൂടിക വെച്ച് അടച്ച് വിസിലിട്ട് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതവിടെ കംപ്ലീറ്റ് നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നന്നായിട്ട് വെള്ളം കാണുന്നുണ്ടല്ലോ. അതിപ്പോൾ നമ്മൾ ഈ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മുടെ പൊട്ടറ്റോസ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്കും എന്താ ഇതേപോലെ നല്ല കുറുകിയ പൊട്ടറ്റോ മസാല നമുക്ക് റെഡിയായി കിട്ടും. കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ല വേവിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒഴിച്ചാൽ മതി. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനുണ്ട്. കാരണം ഇത് ഇനി ഇരിക്കും തോറും ഒന്നും കൂടി ഒന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിന് ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പൊട്ടറ്റോ മസാല. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നത്. ബാച്ചിലേഴ്സിന് പോലും കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് പൂരിയുടെ കൂടെ, ചപ്പാത്തി, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്